ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റിറ്റ്സിൻ്റെ രണ്ടാമത്തെ വീക്കെൻഡ് ഫോക്കസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ആഴ്ചയിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ന്യൂസുകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച പേപ്പറുകളിലെല്ലാം നിറഞ്ഞു നിന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ടുള്ളതാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ടു പാസ് ദ യൂണിഫോം സിവിൽ കോഡ്. നമുക്ക് ഇതിന് മുന്നേ ഗോവ ആയിരുന്നു യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഗോവയിലെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പോർച്ചുഗീസ് നിയമമാണ്. ആ നിയമം ഫോളോ ചെയ്ത് ഇന്ത്യ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് അത് അവിടെ യൂണിഫോം സിവിൽ കോഡ് വന്നത്. പക്ഷേ ഈ ഒരു ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ടു പാസ് ദ യൂണിഫോം സിവിൽ കോഡ്. സോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു ബില്ലിൻ്റെ പേര് യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് 2024 ബിൽ എന്നുള്ളതാണ്. ഇത് ഉത്തരാഖണ്ഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈയിടെ പാസ്സാക്കി. ആൻഡ് ഇതിന് മുന്നേ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ ചെയർപേഴ്സൺഷിപ്പിൽ അവർ ഒരു സുപ്രീം കോടതി ജഡ്ജായിരുന്നു, റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. ആൻഡ് അവരുടെ ചെയർപേഴ്സൺഷിപ്പിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. റെലവെൻറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ, സിവിൽ ലോസ് പരിശോധിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഈ പേഴ്സണൽ ലോസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവരൊരു റിപ്പോർട്ട് ചീഫ് മിനിസ്റ്ററിന് സബ്മിറ്റ് ചെയ്യുകയും ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്തു, ആ ഒരു ഡ്രാഫ്റ്റ് എന്ത് ചെയ്തു, അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ യൂണിഫോം സിവിൽ കോഡ് ബില്ല് ഈ പറയുന്ന പാസ്സായിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ചില ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കംപ്ലീറ്റ്ലി എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഉത്തരാഖണ്ഡിൻ്റെ ബില്ല്, യൂണിഫോം സിവിൽ കോഡിൻ്റെ ബില്ല് 2.9% വരുന്ന പോപ്പുലേഷൻ, ഉത്തരാഖണ്ഡിൽ വരുന്ന പോപ്പുലേഷൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ അവരിൽ ഇത് ആപ്ലിക്കബിൾ ആവില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മാരേജ് ആണ്. സോ ഇത് പ്രകാരം 60 ദിവസത്തിനുള്ളിൽ, മാരേജ് നടന്നു കഴിഞ്ഞ് 60 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന മാരേജ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻവാലിഡേറ്റ് ആയി പോകുന്നില്ല മാരേജ്. പക്ഷേ ഇവിടെ ഒരു പെനാൽറ്റിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 3 മാസം വരെ പെനാൽറ്റി കിട്ടുക. അതായത് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഡേറ്റ്, ഈ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി ആയിട്ട് 3 മാസം വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടാം. അല്ലെങ്കിൽ 25,000 രൂപ എന്ത് ചെയ്യാം, ഫാൾസ് ഇൻഫോർമേഷൻ, എന്തെങ്കിലും ഒരു ഫാൾസ് ഇൻഫോർമേഷൻ ഫേണിഷ് ചെയ്യുകയാണെങ്കിൽ 25,000 രൂപ പെനാൽറ്റി ആയിട്ടും കിട്ടാവുന്നതാണ്. ആൻഡ് ഈ പറയുന്ന ബില്ലിൻ്റെ അകത്തുള്ള വേറെ സവിശേഷത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരിക്കലും ഒരു മാരേജ് ഡിസോൾവ് ആവില്ല. അത് ത്രൂ കോർട്ട് ഓർഡർ ത്രൂ മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ വല്ല ഡിസൊല്യൂഷനും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രകാരം കാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ ഇഫ് സംതിങ് ഇസ് ഇൻ കോൺട്രവീനിങ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ബിൽ, അവിടെ പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years വരെ ഇംപ്രിസൺമെന്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. ദെൻ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും സെയിം റൈറ്റ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് മെൻ ആൻഡ് വുമണിന്. ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഗ്രൗണ്ട്സ് തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് സെയിം റൈറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡൾട്ടറി ഉണ്ട്, ക്രൂവൽറ്റി ഉണ്ട്, ഡെസേർഷൻ, കൺവേർഷൻ ടു അനദർ റിലിജൻ, മെന്റൽ ഡിസോർഡർ ഉണ്ട്, ഇൻക്യൂറബിൾ വെനറൽ ഡിസീസ് ഉണ്ട്, റിനൗൺസിയേഷൻ ഓഫ് വേൾഡ്, ദെൻ 7 വർഷം ആബ്സെൻ്റ് ആവുന്നത്, ബൈഗമി ആൻഡ് ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് മെയിൻ്റെനൻസ് ഓർഡേഴ്സ്. ഇപ്പോൾ ഈ പറയുന്ന ഗ്രൗണ്ടുകൾ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ, ഡിവോഴ്സിനുള്ള അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ജുഡീഷ്യൽ സെപ്പറേഷനും അതേപോലെ തന്നെ ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെൻറ്റും ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇർറിട്രീവബിൾ ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് എന്നുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത് ഈ പറയുന്ന ബില്ലിൻ്റെ അകത്ത് ഇല്ല, ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് വേറൊരു സവിശേഷത എന്ന് പറയുന്നത് 1 year കഴിഞ്ഞാലേ സാധാരണ രീതിയിൽ ഡിവോഴ്സ് പ്രൊസീഡിങ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് റൂൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള എക്സെപ്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇഫ് ദ പെറ്റീഷണറിന് വളരെ എക്സെപ്ഷണൽ ഹാർഡ്ഷിപ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദാറ്റ് മാരേജ്, ദെൻ ആ 1 വർഷത്തിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, ഡിവോഴ്സ് ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് വളരെ ദുഷ്ടത്തരമായിട്ടുള്ള ഒരു വിക്കഡ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുകയാണെങ്കിലും എന്ത് ചെയ്യാം, 1 വർഷത്തിനുള്ളിൽ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാമെന്ന് ഉള്ള ഒരു എക്സെപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിമണിന് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഡിവോഴ്സിനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭർത്താവ് റേപ്പിന് ഗിൽറ്റി ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അൺനാച്ചുറൽ സെക്ഷൽ ഒഫൻസസിന് ഗിൽറ്റി ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിന് ഒന്നിൽ കൂടുതൽ വൈഫ് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന വിമണിന് എന്തുണ്ട്, ഡിവോഴ്സിനുള്ള സ്പെഷ്യൽ റൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കസ്റ്റഡി, ചിൽഡ്രൻ്റെ കസ്റ്റഡീൻ്റെ അകത്ത് കാര്യം പറഞ്ഞ് ഇത് പ്രകാരം ഡിവോഴ്സ് ആവണം, ഈ ഒരു ആക്ട് പ്രകാരം ഡിവോഴ്സ് ആവുകയാണെങ്കിൽ
ഇനീഷ്യൽ 5 വർഷം ആ ഒരു ടൈം അപ് ടു 5 years ഓഫ് ഏജ്, ചൈൽഡിൻ്റെ അപ് ടു 5 years ഓഫ് ഏജ് മദറിൻ്റെ അടുത്തായിരിക്കണം കസ്റ്റഡി എന്നുള്ളൊരു സ്റ്റിപ്പുലേഷനും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മുന്നേ ഉണ്ടായിരുന്ന പേഴ്സണൽ ലോസിലുണ്ടായിരുന്ന ഈ ഒരു ഡിഫറൻസിയേഷൻ ലെജിറ്റിമേറ്റ് ചൈൽഡ്, ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്. ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞെങ്കിൽ ഔട്ട് ഓഫ് വെഡ്ലോക്ക് ഉണ്ടാവുന്ന ചൈൽഡിനാണ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറയുന്നത്, ഔട്ട് ഓഫ് മാരേജ്. പക്ഷെ ആ ഡിസ്റ്റിങ്ഷൻ എല്ലാം ഈ ബില്ലിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഇല്ലെജിറ്റിമേറ്റ് ലെജിറ്റിമേറ്റ് ഒന്നും ഇല്ല. എല്ലാ കുട്ടികളും ഇഫ് ദേ ആർ ബോൺ ഇൻ വോയിഡ് അല്ലെങ്കിൽ വോയിഡ് മാരേജ് അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പിലും ജനിക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലെജിറ്റിമേറ്റ് ചൈൽഡിന് കിട്ടുന്ന എല്ലാ റൈറ്റ്സും ഇവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബൈഗമി, പോളിഗമി എല്ലാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബില്ലിൻ്റെ അകത്ത്. അതേപോലെ തന്നെ മുസ്ലിം പ്രാക്ടീസ് ആയുള്ള ഡിസ്ക്രിമിനേറ്ററി ചില പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നു, നിക്കാ, ഹലാല, അതേപോലത്തെ ഇദ്ദത്ത് പീരീഡിൻ്റെ, അതേപോലെ ട്രിപ്പിൾ തലാഖ്, ഇതെല്ലാം എന്ത് ചെയ്തു, ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് 3 വർഷം വരെ ഇംപ്രിസൺമെൻറ്റും 1 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടാവുന്ന ഒഫൻസുകളാണ്. അതേപോലെ തന്നെ ഈക്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മക്കൾക്ക്, സൺ ആൻഡ് ഡോട്ടറിന് സെയിം ആയിട്ടുള്ള ഷെയർ ചെയ്യുന്ന രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. ഈവൻ ഇല്ലെജിറ്റിമേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ലെജിറ്റിമേറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ഇല്ല. ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആവാം, അല്ലെങ്കിൽ സറഗസി വഴി ബർത്ത് നടന്ന ചൈൽഡ് ആവാം, അല്ലെങ്കിൽ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ടായ കുട്ടിയാവാം. ഇവർ ആരായാലും ഈക്വൽ ആയിട്ടുള്ള ഷെയർസ്, സൺ ആയാലും ഡോട്ടർ ആണെങ്കിലും അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഷെയർസ് അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഹിന്ദു കോപാർസൺ സിസ്റ്റം അബോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി മാത്രമേ ഇനി എന്താവുള്ളൂ, ഇൻറ്റർസ്റ്റേറ്റ് സക്സഷൻ്റെ ത്രൂ പോസിബിൾ ആവുകയുള്ളൂ. ആൻഡ് ഇൻറ്റർസ്റ്റേറ്റ് സക്സഷൻ ആണെങ്കിൽ പോലും ഈക്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക്, ചിൽഡ്രൻ ആൻഡ് പാരൻസ്. അങ്ങനെ പെർസെൻറ്റേജിൻ്റെ കണക്കോ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്റ്റിങ്ഷൻസ് ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഫാദറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹിന്ദുവിൻ്റെ സക്സഷൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഫാദറിന് ഒരു ക്ലാസ് 2 ഹെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്ലാസ് 1 ആളുകളൊന്നും ഇല്ലെങ്കിലാണ് പിന്നെ ക്ലാസ് 2 എത്തുക. പക്ഷേ ഈ പറയുന്ന UCCൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഫാദറിനെ ക്ലാസ് 1 ഹെയറിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ്, യെസ്. ദെൻ ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെയധികം കോൺട്രവേഴ്സി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ബില്ലിൻ്റെ അകത്തുള്ളത്. കാരണം ലിവിങ് റിലേഷൻഷിപ്സ് ഇനി മാൻഡേറ്ററിലി രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം നമ്മൾ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ്, അല്ലാതെ ഓൾ ഓവർ ഇന്ത്യ ഉള്ള സംഭവം അല്ല ഇത്. ഓൾറൈറ്റ്. സോ ലിവിങ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഉത്തരാഖണ്ഡിലാണെങ്കിൽ, ഉത്തരാഖണ്ഡിലെ റെസിഡൻറ്റോ അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഉത്തരാഖണ്ഡിലെ വ്യക്തിയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ലിവിങ് റിലേഷൻഷിപ്പിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആ ഉത്തരാഖണ്ഡിലുള്ള സ്റ്റേറ്റിൽ ലിവിങ് റിലേഷൻഷിപ്പിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും മാൻഡേറ്ററിലി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ലിവിങ് റിലേഷൻഷിപ്പിൻ്റെ ഈ ആക്ടിൻ്റെ അകത്ത് പറയുന്നത്, ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ പറയുന്നത് ഒരു മാനും വുമണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് ഹോമോസെക്ഷൽസിന് ഇതിൻ്റെ അകത്ത് LGBTQI+ കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ആളുകളെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം മാൻ ആൻഡ് വുമൺ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആൻഡ് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാരേജ് ലൈക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അതിനെയാണ് ലിവിങ് റിലേഷൻഷിപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അങ്ങനെ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലിവിങ് റിലേഷൻഷിപ്പ് സബ്മിറ്റ് ചെയ്യണം ടു ദ കൺസേൺ രജിസ്ട്രാർ. ആൻഡ് ഈ രജിസ്ട്രാർ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലിവിങ് റിലേഷൻഷിപ്പിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം, ഓഫീസർ ഇൻ ചാർജ് ഓഫ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലോട്ടും ഫോർവേഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന കപ്പിളിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി 21 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണെങ്കിൽ ആ കോപ്പി ഓഫ് ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, പാരൻറ്റിനോ ഗാർഡിയനോ എന്ത് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഈ രജിസ്ട്രാർ ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു സമ്മറി എൻക്വയറി കണ്ടക്ട് ചെയ്യണം. അതായത് ഈ പ്രൊഹിബിറ്റഡ് കാറ്റഗറീസിൻ്റെ അകത്ത് വരുന്നുണ്ടോ ഇവർ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പ്രൊഹിബിറ്റഡ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവർ ഓൾറെഡി മാരീഡ് ആയിട്ട്, ആരെങ്കിലും ഓൾറെഡി മാരീഡ് ആണോ, വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലുണ്ടോ ഇവർ, അല്ലെങ്കിൽ മൈനർ ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ലിവിങ് റിലേഷൻഷിപ്പിനുള്ള ഈ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്കൺസെപ്ഷനോ അല്ലെങ്കിൽ കോഷനോ ത്രൂ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കൺഫർമേഷനോ റിജക്ഷനോ നൽകണം എന്നുള്ളതാണ്. ആൻഡ് വിമണിന് ഒരു പ്രത്യേക റൈറ്റ് ഉണ്ട് ലിവിങ് റിലേഷൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പോൾ അഥവാ ഈ പറയുന്ന മാൻ അവരെ ഡെസേർട്ട് ചെയ്ത് പോവുകയാണ്, അതായത് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ മെയിൻ്റെനൻസിനുള്ള റൈറ്റും വിമണിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, 1 മാസത്തിലുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 3 മാസം വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന ശിക്ഷയാണ്. മാക്സിമം ഫൈൻ എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അതേപോലെ തന്നെ ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ആ ലിവിങ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് ഫർണിഷ് ചെയ്യുന്നതെങ്കിൽ 3 മാസം വരെ ഇംപ്രിസൺമെൻറ്റും അതേപോലത്തെ 25,000 രൂപ വരെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസാണ് ഈ പറയുന്ന കാര്യം. ഓൾറൈറ്റ്. ഇനി നമുക്ക് യൂണിഫോം സിവിൽ കോഡിൻ്റെ അകത്ത്
കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എവിടെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പോൾ ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കണോ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആക്കണോ എന്നുള്ള ഒരു ചർച്ച നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റിയിൽ നടന്നിരുന്നു. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു 9 മെമ്പർ കമ്മിറ്റി ആയിരുന്നു. ആൻഡ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റിയിൽ ഈ ഒരു വലിയൊരു ചർച്ച നടന്നിരുന്നു. അതായത് ഈ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കണോ അല്ലെങ്കിൽ അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആക്കണോ എന്നുള്ളത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ B.R. അംബേദ്കർ പറഞ്ഞത് ഇത് തികച്ചും ഒരു പ്യുവർലി വോളണ്ടറി ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. സ്റ്റേറ്റുകൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം വെദർ ദേ വോണ്ട് ടു ഇംപ്ലിമെൻറ്റ് യൂണിഫോം സിവിൽ കോഡ് ഓർ നോട്ട് എന്നുള്ളത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വോട്ടിംഗ് നടന്നു. ആൻഡ് വോട്ടിങ്ങിൽ 5-4 മെജോറിറ്റിയിൽ ആ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെ ആ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി ഇത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരു DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിട്ട് നിൽക്കുന്നതാണെന്നുള്ളത്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പല ജഡ്ജ്മെൻറ്റ്സിൽ ഈ യൂണിഫോം സിവിൽ കോഡ്സിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഷാബാനോ ബേഗം കേസിൻ്റെ അകത്ത് വളരെ പോപ്പുലറായ കേസ്. അതിൻ്റെ അകത്ത് കോടതിയുടെ ഈ ലൈനുകൾ വളരെ പോപ്പുലറാണ്. അതിൻ്റെ അത് പല എക്സാംസിനും ഈ ലൈന് കൊടുത്തിട്ട് ഇത് ഏത് കേസിലാണ് പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ട്. ഇത് കോടതി പറഞ്ഞത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് റിഗ്രറ്റ് ദറ്റ് ആർട്ടിക്കിൾ 44 ഹാസ് റിമെയിൻഡ് എ ഡെഡ് ലെറ്റർ. അതായത് അത് ഒരു ഗവൺമെൻറ്റും അതിന് ഒരു പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. അത് വളരെ റിഗ്രറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഷാബാനോ ബീഗം കേസിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സർല മുഡ്ഗിൽ കേസിലും ജോൺ വല്ലമട്ടും കേസിൻ്റെ അകത്തും സുപ്രീം കോർട്ട് എന്ത് ചെയ്ത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോ കമ്മീഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 21st ലോ കമ്മീഷൻ ജസ്റ്റിസ് B.S. ചൗഹാൻ്റെ ചെയർപേഴ്സണിലുള്ള കമ്മീഷൻ പറഞ്ഞത് ആ ഒരു സമയത്ത് യൂണിഫോം സിവിൽ കോഡിൻ്റെ ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോട്ട് ഡിസൈറബിൾ അറ്റ് ദ സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. 22nd ലോ കമ്മീഷൻ ഇപ്പോൾ ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ ചെയർപേഴ്സൺഷിപ്പിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മീഷൻ പറയുന്നത് എന്ത് ചെയ്തു, ഫ്രഷ് സജഷൻസിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഗോവ ഞാൻ നേരത്തെ പറഞ്ഞു വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഹാവ് എ യൂണിഫോം സിവിൽ കോഡ്. പക്ഷെ അത് പോർച്ചുഗീസ് സിവിൽ കോഡ്, അതായത് ആ സ്റ്റേറ്റ് പാസ്സാക്കിയതൊന്നുമല്ല. പോർച്ചുഗീസ് സിവിൽ കോഡ് 1867 എന്ന് പറയുന്ന പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ ആ ഒരു നിയമം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. റൈറ്റ്. ആൻഡ് ഇനി 2 സ്റ്റേറ്റുകൾ, ഇനി യൂണിഫോം സിവിൽ കോഡ് വരാൻ വളരെ ചാൻസ് ഉള്ള 2 സ്റ്റേറ്റുകളാണ് മധ്യപ്രദേശും ഗുജറാത്തും. കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്മിറ്റീനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു കമ്മിറ്റീനെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി ഇപ്പോൾ എന്ത് ചെയ്താണ്, പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ നിയമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. റൈറ്റ്. സോ ഈ പറയുന്ന ഈ ഒരു ന്യൂസിലെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിൻ്റെ അകത്തുള്ള യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരു മോഡൽ ആവാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ബാക്കിയുള്ള സ്റ്റേറ്റ്സിന് ഫോളോ ചെയ്യാനുള്ള ഒരു മോഡൽ ആവാനുള്ള ഒരു ചാൻസ് ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്നുണ്ട്. റൈറ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് യൂണിയൻ ബഡ്ജറ്റ് 2024 ആണ്. നമ്മളുടെ 1 ഫെബ്രുവരിനാണ് യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തത്. ഫൈനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 6th കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ്റെ. ഓൾറെഡി 5 ആനുവൽ ബഡ്ജറ്റ്സും ഒരു ഇൻ്ററിം ബഡ്ജറ്റുമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം നടന്നിരിക്കുന്നത് ഒരു ഇൻ്ററിം ബഡ്ജറ്റാണ്. ഇൻ്ററിം ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇലക്ഷൻ്റെ ആ ഒരു ഇയറിൽ വരുന്ന ബഡ്ജറ്റിനെയാണ് ഇൻ്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടൈമിൽ വളരെ വലിയ കാര്യങ്ങളൊന്നും, വലിയ പോളിസി ചേഞ്ചുകളൊന്നും അതിൻ്റെ അകത്ത് ആ ഇൻ്ററിം ബഡ്ജറ്റിൽ കൊണ്ടുവരില്ല. ജസ്റ്റ് ആ ഒരു വർഷത്തോട്ടുള്ള എന്തൊക്കെ ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ അകത്ത് കൊടുക്കുകയുള്ളൂ. ആൻഡ് അതിനുശേഷം ഇലക്ഷൻ ജയിച്ച് വരുന്ന പുതിയ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫുൾ ബഡ്ജറ്റ് ഇനി എടുക്കുക. അപ്പോൾ ഇനി ജൂലൈയിൽ ഒരു ബഡ്ജറ്റ് കൂടി ഡെഫിനറ്റ്ലി വരേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് 4 ഏരിയകളാണ്: വിമൻ, യൂത്ത്, പുവർ ആൻഡ് ഫാമേഴ്സ്. റൈറ്റ്. ആൻഡ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് ഈ ബഡ്ജറ്റിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് 25 കോടിയോളം ആളുകളെ എന്ത് ചെയ്യുന്നത്, മൾട്ടി ഡയമെൻഷൻ പോവർട്ടിയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അപ്ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ കിസാൻ സമ്മാൻ യോജനയുടെ അകത്ത് 11.8 crore ഫാമേഴ്സിന് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ ക്രോപ്പ് ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 കോടി ഫാമേഴ്സിനാണ് ഈ ക്രോപ്പ് ഇൻഷുറൻസ് പ്രൈം മിനിസ്റ്റർ ഫസൽ ബീമ യോജന പ്രകാരം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 30 കോടി മുദ്ര യോജന ലോൺസ് വിമൺ ഓൺടർപ്രണേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റെം കോഴ്സസ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നുള്ള ആ ഒരു ഫീൽഡിനകത്ത് വിമൺ എന്ത് ചെയ്തു,
ഗേൾസ് ആൻഡ് വുമൺ 43% എൻറോൾമെൻറ്റ് നടന്നിട്ടുണ്ട്. അതായത് ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ദി ഹയസ്റ്റ് ഇൻ ദ വേൾഡ്, റൈറ്റ്. അതേപോലെ തന്നെ 2 കോടി വീടുകൾ ഇനി അടുത്ത 5 കൊല്ലത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ബഡ്ജറ്റിൻ്റെ സോളാർ റൂഫ് ടോപ്പ് സോളാർസ് ആണ്. 1 കോടി ഹൗസ് ഹോൾഡ്സിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 300 യൂണിറ്റ്സോളം ഫ്രീ ഇലക്ട്രിസിറ്റി ത്രൂ റൂഫ് ടോപ്പ് സോളറൈസേഷൻ. ചിലപ്പോൾ എല്ലാ വീടുകളിലും ഓൾമോസ്റ്റ് 15,000 to 18,000 സേവിങ്സ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് ഈ 1 crore ഹൗസ് ഹോൾഡ്സിലോട്ട്. അപ്പം ഈ പറയുന്ന ടോട്ടൽ നമ്മുടെ ഇന്ത്യയുടെ അകത്തുള്ള ടോട്ടൽ സോളാർ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 73.32 ഗിഗാവാട്ട്സ് ആണ്. ഇന്ത്യയുടെ ടോട്ടൽ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 133.8 ഗിഗാവാട്ട്സ് ആണ് ഉള്ളത്. ആൻഡ് അതേപോലെ തന്നെ 1 lakh crore ഒരു കൈൻഡ് ഓഫ് എമൗണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഫോർ ലൈക്ക് 50 year ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസിന് വേണ്ടിയിട്ടും. അതായത് ഇന്ത്യയുടെ യൂത്തിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോപ്പുലേഷൻ ഡിവിഡൻഡ് ഇപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള ഒരു രാജ്യം. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു യങ്ങസ്റ്റ് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം കൂടെയാണ്. സോ യൂത്തിനെ എൻകറേജ് ചെയ്യാൻ, യൂത്തിനെ പല ആക്ടിവിറ്റീസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്കണോമിക് ആക്ടിവിറ്റീസിലോട്ട് യൂത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുക്കുന്നത്, ലോങ് ടേം ഫൈനാൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. ഈ വർഷത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 11.1% കൂടിയിട്ടുണ്ട്. ഒരു ഫാൻസി നമ്പറായ 11.11 lakh crores ആണ് മാറ്റി വെച്ചിരുന്നത്. ഓൾമോസ്റ്റ് 3.4% ഓഫ് ദി GDP എന്നാണ് പറയുന്നത്. റെയിൽവേൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ 3 എക്കണോമിക് റെയിൽവേ കോറിഡോർസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനർജി കണക്ടിവിറ്റി, പോർട്ട് കണക്ടിവിറ്റി ആൻഡ് ഹൈ ട്രാഫിക് ഡെൻസിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഏരിയകളാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. 40,000 നോർമൽ ബോഗീസിനെ വന്ദേ ഭാരത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. എയർപോർട്ടിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് എയർപോർട്ടിൻ്റെ കാര്യങ്ങൾ. 149 എയർപോർട്ടുകൾ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കാരിയേഴ്സ് 1000 പുതിയ എയർക്രാഫ്റ്റ്സിനുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നറിയാം. നമുക്കറിയാം ടാറ്റയുടെ ഇന്ത്യൻ എയർലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ എയർ ഇന്ത്യ കുറേ പ്ലെയിനുകൾ എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ റെസീവ്സ് വരുന്നത് 30.8 lakh crore ആണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 47.66 lakh crore ആണ് ബഡ്ജറ്റിൻ്റെ അകത്ത് പറയുന്നത്. ടാക്സ് ആയിട്ട് ലഭിച്ചത് 26.6202 lakh crores ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5.1% ഓഫ് GDP ആണ്. ടാക്സിൻ്റെ അകത്തൊന്നും വലിയ ചേഞ്ചസ് ഇല്ല, കാരണം ഇത് നമുക്കറിയാം ഇതൊരു ഇൻറ്ററിം ബഡ്ജറ്റാണ്. ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഒഫീഷ്യലി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 112 അകത്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സെറ്റപ്പ് ബൈ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഈ പറയുന്ന ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ഒരു ഫിനാൻസ് ബില്ലിന്റെ മാർഗമായിട്ടാണ്. ആൻഡ് അത് എന്ത് ചെയ്യണം, ഒരു അപ്രോപ്രിയേഷൻ ബില്ലും കൂടി എന്ത് ചെയ്യണം, ലോക്സഭയിൽ പാസ്സാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് എഫക്റ്റിൽ വരികയുള്ളൂ. ഇതുവരെ ടോട്ടൽ 73 ആനുവൽ ബഡ്ജറ്റ്സ് ആണ് നടന്നിട്ടുള്ളത്. 14 ഇൻറ്ററിം ബഡ്ജറ്റ്സ് ഉണ്ട്, 4 സ്പെഷ്യൽ ഓർ മിനി ബഡ്ജറ്റ്സും ഉണ്ടായിട്ടുണ്ട്. ഇനീഷ്യലി ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരി ആയിരുന്നു. ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരി 5 മണിക്കായിരുന്നു ഈ പറയുന്ന ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യാറുള്ളത് 1999 വരെ. യശ്വന്ത് സിൻഹ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പ്രാക്ടീസ് മാറ്റി 11 മണിയിലോട്ട് മാറ്റി. 5 മണിയിൽ നിന്ന് 11 മണിയിലോട്ട് മാറ്റി. 2017 ഫൈനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലിയാണ് പിന്നീട് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഡേറ്റ് മാറ്റിയത് 1 ഫെബ്രുവരിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1 ഫെബ്രുവരിയിലാണ് നടക്കുക എല്ലാ വർഷവും. ആൻഡ് 11 മണിക്കാണ് ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, റൈറ്റ്. ആൻഡ് ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് RK ഷൺമുഖം ചെട്ടിയാണ്. 26 നവംബർ 1947 ഇത് പ്രസന്റ് ചെയ്തത്. ഫസ്റ്റ് വുമൺ ടു ഹോൾഡ് ദ പോസ്റ്റ് ഓഫ് ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് മൊറാർജി ദേശായാണ്. 10 തവണയാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്, റൈറ്റ്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വേൾഡ് നമ്പർ 1 രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്ന വ്യക്തി മെൻസ് ഡബിൾസ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ കിട്ടിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ ഭാഗമായിട്ട്. ആൻഡ് ഇത് അദ്ദേഹത്തിന്റെ 61st അറ്റംപ്റ്റ് ആണ് വിത്ത് 19 ഡിഫറെന്റ് പാർട്ട്നേഴ്സ്. 43 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ആൻഡ് ആ വയസ്സ് കാരണം തന്നെ ഹി ഹാസ് ബിക്കം ദ ഓൾഡസ്റ്റ് മേജർ മെൻസ് ഡബിൾസ് വിന്നർ ഇൻ ഹിസ്റ്ററി. ബൊപ്പണ്ണയുടെ കൂടെ മാത്യു എബ്ഡൻ എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. ആൻഡ് അവർ ഡിഫീറ്റ് ചെയ്തത് സൈമൺ ബൊളേലി ആൻഡ് ആൻഡ്രിയ വാസറിനെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതോടുകൂടി ഈ ബൊപ്പണ്ണ എന്ന് പറയുന്നത് 3ാമത്തെ ഇന്ത്യൻ ആവുകയാണ് ടു വിൻ എ മെൻസ് ഡബിൾസ് ഗ്രാൻഡ് സ്ലാം. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ലിയാൻഡർ പേസും മഹേഷ് ഭൂപതിയും ആയിരുന്നു, റൈറ്റ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്
കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടാണ് ഇത്, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ റാങ്കിങ് താഴോട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് 85th ആണ്. ഈ റാങ്കിങ് താഴോട്ട് വരിക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റാങ്ക് ഉള്ള ആളെന്ന് പറയുന്നത് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള, മാക്സിമം കറപ്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ റാങ്ക് കൂടുതൽ വരുമ്പോൾ, ഇപ്പോൾ 180 റാങ്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള രാജ്യം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റാങ്ക് കൂടുക 93, ഇപ്പോൾ 93 എന്നുള്ളത് 85 നിന്ന് 93 ആവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കറപ്ഷൻ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. സോ 2022 85th റാങ്ക് ആയിരുന്നു, 2023 93rd റാങ്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്കോർ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് 39 ആണ് സ്കോർ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ചൈന ബംഗ്ലാദേശിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ചൈനയുടെ സ്കോർ 42, ബംഗ്ലാദേശിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 24 പറയുന്നത്, റൈറ്റ്. ആൻഡ് ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ പാസ്സായ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലും എന്നെ കുറിച്ചിട്ട് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എപ്പോഴും മിക്കവാറും കോൺസിക്യൂട്ടീവ്ലി കുറേ വർഷങ്ങൾ കറപ്ഷൻ ഫ്രീ ഇൻഡെക്സിനകത്ത് റാങ്ക് 1 ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ആൻഡ് ഫോളോഡ് ബൈ ഫിൻലാൻഡ് ആൻഡ് ന്യൂസിലാൻഡ്. ഡെൻമാർക്കിൻ്റെ സ്കോർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 എന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, റൈറ്റ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ പേര്. ആൻഡ് ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ബെർലിൻ, ജർമ്മനി. ഇവിടെ മെയിൻ ഉദ്ദേശം, മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവരൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ദേ ആർ ഡെഡിക്കേറ്റഡ് ഇൻ കോമ്പാക്ടിങ് ഈ പറയുന്ന കറപ്ഷൻ, അതേപോലെ തന്നെ ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ പബ്ലിക് സെക്ടേഴ്സ്, റൈറ്റ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ 16th ഫൈനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി അറിയാം. അതിൻ്റെ കൂടെ 4 മെമ്പേഴ്സിന് ഈ അടുത്ത് എന്ത് ചെയ്തത്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. നമ്മളിത് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത് 16th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഫസ്റ്റ് വൈസ് ചെയർപേഴ്സൺ ഓഫ് നമ്മളുടെ നീതി ആയോഗാണ്, റൈറ്റ്. ആൻഡ് സെൻറ്റർ എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 270 പ്രകാരമാണ് ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. ആൻഡ് ഈ ഫൈനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 280 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് സെൻറ്റർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അതായത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ആൻഡ് സെൻറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാം ഇഷ്യൂ ചെയ്യുന്നത്, റൈറ്റ്. സോ ഓൺ ദ അപ്രൂവൽ ഓഫ് പ്രസിഡന്റ്, സെൻറ്റർ ഹാസ് അപ്പോയിന്റഡ് ഈ പറയുന്ന 4 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 ഫുൾ ടൈം മെമ്പേഴ്സും 1 പാർട്ട് ടൈം മെമ്പേഴ്സുമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്, റൈറ്റ്. ഈ 16th ഫൈനാൻസ് കമ്മീഷൻ്റെ അടുത്ത് October 31st 2025 ആകുമ്പോഴത്തേലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്, 5 വർഷം, 2026 മുതൽ ഉള്ള 5 വർഷത്തോട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. ആൻഡ് ഈ പറയുന്ന ഫൈനാൻസ് കമ്മീഷൻ്റെ അകത്ത് മെയിൻലി എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് മെയിൻലി പറയുന്നത്, ഈ ഒരു എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ടാക്സ് പ്രൊസീഡ്സ്, അതായത് ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സ് എങ്ങനെയാണ് ഈ സ്റ്റേറ്റിനും അതേപോലെ തന്നെ സെൻറ്ററും തമ്മിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ റേഷ്യോ, ഏതൊക്കെ പ്രൊപ്പോർഷനിലാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്. അതേപോലെ തന്നെ ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് എങ്ങനെയാണ് നൽകേണ്ടത് സ്റ്റേറ്റ്സിന്. ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോജക്ട്സിന് വേണ്ടി സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യാം, ഫണ്ട് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അത് എന്തൊക്കെ പ്രിൻസിപ്പളിൻ്റെ ബേസിലാണ് എന്നുള്ള കാര്യം അവർ ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ റിപ്പോർട്ട് പ്രസിഡന്റിനാണ് സമർപ്പിക്കുക, കാരണം പ്രസിഡന്റാണ് അപ്പോയിന്റ്, പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. സബ്മിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ട് പാർലമെന്റിൽ ഈച്ച് ഹൗസിന് മുമ്പാകെയും ഇതെന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഫൈനാൻസ് കമ്മീഷൻ്റെ കോമ്പോസിഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും ആണ് ഉണ്ടാവുക. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ആവാം, ഫുൾ ടൈമും ആവാം. മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം ഫൈനാൻസിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത്. ആൻഡ് അത് ഈ പറയുന്ന അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ അകത്തും എന്ത് ഉണ്ടാവണം, സ്പെഷ്യൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് KC നിയോഗിയാണ്, റൈറ്റ്. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് ആണ് ഈ 16th ഫൈനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റിലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഭാരത് രത്നാസ് ഇപ്രാവശ്യം അവാർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ നമ്മൾ വീക്ക് ഇൻ ഫോക്കസിനകത്ത് നമ്മൾ പറഞ്ഞത് കർപ്പൂരി താക്കൂറിന് അവാർഡ് ചെയ്ത ഒരു സമയമായിരുന്നു പറഞ്ഞത്. പിന്നെ അതിനുശേഷം 4 പേർക്കും കൂടി അവാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ്, ഫസ്റ്റിന് LK അദ്വാനിക്കാണ് അത് വരുന്നത്. LK അദ്വാനി എന്ന് പറയുന്നത് 7th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെ. ഹി ഈസ് ദി ലോങ്ങസ്റ്റ് സെർവിംഗ് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. അതേപോലെ തന്നെ അദ്ദേഹം ലോങ്ങസ്റ്റ് സെർവിംഗ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ ആയിരുന്നു. BJPയുടെ കോ ഫൗണ്ടർ ആണ്. ആൻഡ് ഈ 5 ഭാരതരത്ന, ഈ വർഷം കൊടുത്ത 5 ഭാരതരത്നയിൽ
അദ്ദേഹത്തിനാണ് ലൈഫ് ടൈം, അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ മരണത്തിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഭാരതത്തിന് കൊടുക്കുകയാണ്. ബാക്കിയുള്ള 4 പേരും മരണപ്പെട്ട് കഴിഞ്ഞു. ആൻഡ് പോസ്റ്റ്മസ്ലി ആണ് അവർക്ക് ഈ പറയുന്ന ഭാരതരത്നാസ് അവാർഡ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് അവാർഡ് കിട്ടുന്ന വ്യക്തി PV നരസിംഹറാവു ആണ്. 9th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഇദ്ദേഹമാണ് ഈ പറയുന്ന ഇന്ത്യയിലെ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അറിയപ്പെടും. ഫാദർ ഓഫ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിനെ ഹെയിൽ ചെയ്യുന്നത്, വിശേഷിപ്പിച്ചിരുന്നത് ഫാദർ ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ എന്ന രീതിയിലാണ്. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് PV നരസിംഹറാവു. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടെന്യൂർ. കംപ്ലീറ്റ്ലി ഒരു ഫുൾ ടെന്യൂർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹീസ് ദ ഫസ്റ്റ് നോൺ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ടു കംപ്ലീറ്റ് എ ടെന്യൂർ എന്ന് പറയുന്നത്. റൈറ്റ്. ദെൻ അടുത്തത് വരുന്നത് ചരൺ സിംഗ് ആണ്. ചരൺ സിംഗ് 5th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ആൻഡ് അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അദ്ദേഹം ഫാമേഴ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അഡ്വക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ചരൺ സിംഗ് എന്നുള്ളത്. അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ചാമ്പ്യൻ ഓഫ് ഇന്ത്യൻ പെസൻസ് എന്നാണ്, ഇന്ത്യാസ് പെസൻസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആണ്, നമുക്ക് ഇൻ ഇന്ത്യ ആണ്, MS സ്വാമിനാഥനാണ്. ആൻഡ് അദ്ദേഹം നമ്മളുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷനുള്ള ഒരു മെയിൻ ആർക്കിടെക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടത്. ഹൈ ഈൽഡിങ് ആയിട്ടുള്ള വീറ്റ് ആൻഡ് റൈസ് ഇദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല ഫാമിൻ സിറ്റുവേഷനിൽ നിന്ന് ഇന്ത്യയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ലീഡ് വഹിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം അദ്ദേഹത്തിനെ വിശേഷിച്ചത് ഫാദർ ഓഫ് എക്കണോമിക് എക്കോളജി എന്നുള്ള പേരിലാണ്. ഇദ്ദേഹം ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഡയറക്ടർ ജനറലുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനായിരുന്നു ഫസ്റ്റ് വേൾഡ് ഫുഡ് പ്രൈസ് നൽകിയിട്ടുള്ളത് 1987. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു വീക്ക് ഇൻ ഫോക്കസിനകത്ത് വരുന്നത്. അപ്പം ഈ പറയുന്ന നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ പറയുന്ന ന്യൂസ് ഐറ്റംസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു 4-5 ന്യൂസ് ഐറ്റംസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ റിറ്റ്സിൻ്റെ ഗൈഡാണ്. റിറ്റ്സിൻ്റെ ഗൈഡ് ആമസോണിൽ അവൈലബിൾ ആണ്. 2024 റിറ്റ്സ് ഗൈഡ് ടു കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പം ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. സോ അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ വളരെയധികം സഹായിക്കും. കഴിഞ്ഞ തവണ 2021 മുതലുള്ള ബുക്കാണിത്. അപ്പോൾ ഒരുപാട് ആളുകളെ ഗവൺമെൻറ് ലോ കോളേജുകളിൽ എത്തിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഒരു ഗൈഡ്. നിങ്ങൾക്ക് ആമസോണിൽ പോവാം, അവിടുത്തെ റിവ്യൂസും കാര്യങ്ങളെല്ലാം നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബുക്ക് ട്രൈ ഔട്ട് ചെയ്യുക. റൈറ്റ്. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ബാച്ച്, റിറ്റ്സിൻ്റെ സെക്കൻഡ് ബാച്ചായ ചാലഞ്ചേഴ്സ് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. February 15 ഈ ചാലഞ്ചേഴ്സ് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ക്ലാസ്സസ് April 1st വീക്കിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സാമിൻ്റെ ആ ഒരു ടൈം വരെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ February 15 മുതൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കും. അവിടെ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൾറൈറ്റ്. സോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടു നിന്ന് എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീക്ക് ഇൻ ഫോക്കസുമായിട്ട് കാണാം. അതുവരെ ബൈ.